ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെഡ്ഡിങ് ഗസ്റ്റിൻ്റെ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ഭയങ്കര സംഭവമൊന്നുമില്ല. ഞാൻ എന്തായാലും കല്യാണത്തിന് വേണ്ടി എന്തായാലും മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുത്തേക്കാമെന്ന്. സോ എൻ്റെ ഭയങ്കര വലിയ സ്റ്റെപ്സ് ഒന്നും ഞാൻ ഫോളോ ചെയ്യുന്നില്ല, ഞാനും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം എനിവേസ് ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഞാൻ ഈ ഒരു ടോണർ, പ്ലമ്മിൻ്റെ ടോണർ, ഇങ്ങനെ പ്രോഡക്റ്റ്സ് ഒന്നും ഭയങ്കര വലിയ പ്രോഡക്റ്റ്സ് ഒന്നുമില്ല, പക്ഷെ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ടോണർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ വായിൽ പോയിട്ടോ. അപ്പോൾ ഈ ഒരു ടോണർ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഫേസിൽ എന്തോ ഒരു ജീവൻ കിട്ടിയ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതിനുശേഷം ഞാൻ ആക്ച്വലി ഒരു സിറം യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ഇന്ന് എനിക്ക് സിറം യൂസ് ചെയ്യാൻ ഒരു മനസ്സില്ല എന്നുള്ളൊരു മൂഡില്ല. സോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യാൻ പോവാണ്. എൻ്റെ മോയ്സ്ചറൈസർ കഴിഞ്ഞു പോയി. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ ചേച്ചീൻ്റെത് അടിച്ചു മാറ്റിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ചിലതൊക്കെ എൻ്റെ ചേച്ചീൻ്റെയും പ്രോഡക്റ്റ്സ് ആയിരിക്കും കേട്ടോ. കൈ കിട്ടുന്നതൊക്കെ എടുത്ത് ഞാൻ തേക്കും, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യാം ഫേസ്. ഇവിടെ ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് ഉണ്ട്, അതിൽ നോക്കിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ ബ്ലൗസാണ് കേട്ടോ. ഞാൻ മേക്കപ്പ് കഴിഞ്ഞിട്ട് സാരി ഇടാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് വേഗം അപ്ലൈ ചെയ്യാം. സോ ദാറ്റ്. അങ്ങനെ നമുക്ക് കുറച്ച് ലിപ് ബാം യൂസ് ചെയ്യാം. ഇത് സെബാമെഡിൻ്റെ ലിപ് ബാം ആണ് കേട്ടോ. നൈസ് ലിപ് ബാം ആണ്. നമ്മുടെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ലിപ്പാണെങ്കിൽ ഇത് ഒരു മസ്റ്റ് ബൈ ആണെന്ന് ഞാൻ പറയും. 500 സംതിങ് ആണ് ഇതിന് റേറ്റ് വരുന്നത്, പക്ഷെ ഓർത്തിട്ടാണ് കേട്ടോ. നല്ലൊരു ബ്രാൻഡാണ്. എൻ്റെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആണ്. സോ എനിക്കിത് നല്ല സ്യൂട്ടായ പോലെ തോന്നിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഇത് ഫോക്സ്ടെയിലിൻ്റെ ഒരു സൺസ്ക്രീനാണ് കേട്ടോ. ജസ്റ്റ് 1 2 3 പമ്പ്സാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യാറ്. അത് നമ്മൾ 3 ഫിംഗർ റൂൾ ഉണ്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ, പക്ഷെ ഞാൻ ഇപ്പോൾ 3 പമ്പ്സാണ് ഞാൻ യൂസ് ചെയ്യാറ്. കാരണം ഞാൻ ഇതിന് ശേഷം ഒരു സൺസ്ക്രീമിൻ്റെ ഒരു സ്പ്രേ ഉണ്ട്, അതായത് മിസ്റ്റ് ഉണ്ട്, അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ 3 പമ്പ്സേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് സൺസ്ക്രീന് അപ്ലൈ ചെയ്യാം. അതത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതെന്താ സംഭവം എന്ന് എനിക്ക് ആക്ച്വലി അറിയില്ല. എന്തോ ഒരു മൂവ്സ് ആണെന്ന് എൻ്റെ ചേച്ചി പറഞ്ഞു. എന്തിനു യൂസ് ചെയ്യുന്നതാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ എന്തായാലും കണ്ട സ്ഥിതിക്ക് നമ്മൾ ട്രൈ ചെയ്യണം. എനിക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും പുതിയ സംഭവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വെറുതെ അറിയില്ലെങ്കിലും കുറേ വാര്യത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതെന്തിന് യൂസ് ചെയ്യുന്നതെന്ന് അറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചേച്ചി ഇവിടെ ഇല്ല, അതുകൊണ്ട് ഒളിച്ചിരിക്കാൻ പറ്റില്ല. തൽക്കാലം ഞാൻ എൻ്റെ അണ്ടറയിലൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തേക്കാൻ പോകാനുണ്ട്. ഇതിങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ പൊട്ടത്തരം ചെയ്യേണ്ട. നിങ്ങളിത് സ്റ്റെപ്പൊക്കെ ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഇനി ചേഞ്ചസ് കുഴപ്പമില്ല കേട്ടോ. ഇതിന് ഉപയോഗിക്കാനാണോ അല്ലെന്ന് അറിയില്ല, പക്ഷെ എന്തായാലും എൻ്റെ ഒരു പരിപാടിക്ക് ഇത് നടക്കുന്നുണ്ട്. ആ മൂസിന് ഞാൻ കുറച്ച് ഫേസിൽ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഈ മൗത്തിൻ്റെ ഈ ഏരിയയിൽ ഭയങ്കര ഡാർക്ക്നെസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് അവിടെ മാറ്റിത്തേക്കാം. അവസാനം പുട്ടി അടിച്ച മാതിരി ഉണ്ടാവരുത്, എന്നാലും കുറച്ച് നമുക്ക് പുട്ടി അടിച്ചതുപോലെ വേണം. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫൗണ്ടേഷനാണ്. ബോബി ബ്രൗണിൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് ആയിരിക്കുമല്ലോ നിങ്ങൾക്ക്, അതുകൊണ്ട് ഒന്നിനും ഷെയ്ഡ് ചെയ്യാൻ പറയുന്നില്ല. ലിപ്സ്റ്റിക്കിൻ്റെ വേണമെങ്കിൽ ഞാൻ ഷെയ്ഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. കുറേ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു പമ്പ് എടുക്കണുള്ളൂ ഞാൻ. കാരണം എനിക്ക് ഹെവി ആയിട്ടുള്ള മേക്കപ്പ് വേണ്ട. പിന്നെ കുറച്ച് നമുക്ക് തേച്ച് വെക്കാം. ഹെവി വേണ്ടെന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ഇപ്പോൾ ഹെവി ആവുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്തായാലും ഫൈനലായിട്ട് വരുമ്പം അങ്ങനെ ഉണ്ടാവില്ല നമുക്ക് വിചാരിക്കാം കേട്ടോ. നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ബ്രഷൊന്നും കാണുന്നില്ല കേട്ടോ. അതൊന്നും തപ്പാനുള്ള സമയമില്ല. കാരണം ഞാൻ എൻ്റെ അടുത്ത് യൂപ്പിന് കഴിഞ്ഞു പോയപ്പോൾ അത് വാങ്ങിക്കാൻ പോയിട്ട് ടൈം പോയി. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ള സമയം കൊണ്ട് പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാം. അതൊന്ന് ഞാൻ ബ്ലെൻഡ് ചെയ്യട്ടെ കേട്ടോ. ഞാൻ ബ്ലഷ് യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ബ്ലഷ് എടുക്കാൻ മറന്നു. എന്താണ് എൻ്റെ പ്രശ്നം എനിക്കറിയില്ല. തൽക്കാലം എൻ്റെ ചേച്ചീൻ്റെ ബോബി ബ്രൗൺ ഉണ്ട്, നമുക്ക് അവളോട് പറയണ്ട. അവളറിയാതെ നമുക്കിത് കുറച്ചെടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ബ്ലഷ് ആകുമ്പം വലിയ ബോറില്ലാത്തൊരു കളറായിട്ട് എനിക്ക് ഫീൽ ചെയ്യണോ? മതി. ബോബി ബ്രൗണിൻ്റെ ലിപ്സ്റ്റിക് ഒക്കെ എടുത്ത് ഞാൻ ഇതിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളിനെ അടിച്ച് കൊല്ലും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഉള്ളതുപോലെ ഓണം പോലെ ഉള്ളത് കൊണ്ട് ഓണം പോലെ അത് സെറ്റാണ് കേട്ടോ. ഇനി നമുക്കൊരു ലൂമിനസ് ക്രീം യൂസ് ചെയ്യാം. ഇത് നമ്മുടെ മുഖം ഇങ്ങനെ തിളങ്ങണം. സ്ട്രോബ് ക്രീമാണ് കേട്ടോ അത്. അപ്പം നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് മാക്കിൻ്റെ ആണ്. ഇതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഇങ്ങനെ തിളങ്ങട്ടെ. ചെടുക്കുക, നമ്മുടെ ഫേസിൻ്റെ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യുക. ഇവിടെയൊക്കെ നമുക്ക് തിളക്ക ആവശ്യമുള്ള സ്ഥലമൊക്കെ കുറച്ച്
അപ്ലൈ ചെയ്ത് വെക്കുക കുറച്ച് അവിടെ ഇവിടെയൊക്കെ. എന്നിട്ട് നമ്മൾ നല്ല ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. ഇതെടുത്തത് കുറച്ച് കൂടിപ്പോയി, എന്തായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്തതായിട്ട് ഞാനൊരു ബ്രൗൺ ഐലൈനർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഇടാം, പക്ഷേ ഞാൻ ബ്രൗൺ ഇട്ട് നോക്കട്ടെ, പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഇടാം. പക്ഷേ ഇത് ഞാൻ എഴുതിയിട്ട് വരാം, കാരണം ഇങ്ങനെ എഴുതാൻ എനിക്കറിയില്ല. ഞാൻ ബ്രൗൺ ലൈനർ വെച്ച് എഴുതിയിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, അത്ര മതി, നമുക്ക് ഓവറൊന്നും വേണ്ട. ഇനി ജസ്റ്റ് മസ്കാര ഇടാം. ഞാൻ ഈ മസ്കാര ഇടുന്ന സമയത്ത് അങ്ങനെ തുറന്നിട്ട് ഞാൻ ഇടാം, അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. കണ്ണിൽ ചെറുതായിട്ട് കൺമഷും പിന്നെ ഒരു ലിപ് ലൈനറും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 2 ഓപ്ഷൻസ് ഉണ്ട്, ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്. ചിലപ്പോൾ ഞാൻ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് ചെയ്യും. രണ്ടും മാക്ക് തന്നെയാണ് കേട്ടോ. ഇതേതാ ഷെയ്ഡ് അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഇത് മിക്സ് ചെയ്തിട്ടൊന്ന് ഞാൻ ഇട്ട് നോക്കട്ടെ, എന്നിട്ട് ഞാൻ കളർ കാണിച്ചു തരാം. സോ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഞാനൊരു ഇത് ആക്ച്വലി ഫിക്സിങ് സ്പ്രേ അല്ല, ഇത് നമ്മുടെ സൺസ്ക്രീൻ ആണ് കേട്ടോ. സൺസ്ക്രീനിൻ്റെ ഒരു സ്പ്രേ തന്നെ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കട്ടെ കേട്ടോ. അത് മതി. അപ്പോൾ നമ്മളെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു. ഇനി ഒരു പൊട്ട് തൊടുക, കമ്മലിടുക, സാരി ഇടുക. ഇനി ഞാൻ സാരി ഇട്ടിട്ട് വരാം. സോ ഗായ്സ്, ഞാൻ എൻ്റെ സാരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈലും കൂടി ചെയ്ത് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അല്ലാതെ ഇനി എനിക്ക് ടൈം കഴിഞ്ഞു. സോ ഗായ്സ്, അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പുറത്തെത്തിയിട്ട് ഫുള്ളി ഞാൻ കാണിച്ചു തരാം. സോ ഗായ്സ്, ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. ആക്ച്വലി ഇതിൻ്റെ ഫ്രഷ് ലുക്ക് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേയ്സ്, ബൈ ബൈ.